അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റമദാൻ്റെ ഒന്നാമത്തെ ദിവസം. ഈ റമദാനിൽ, ഈ 2026 റമദാനിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ. ഇനി അഥവാ അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം മുതൽ നമുക്ക് ആഗ്രഹിച്ച് തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്തൊരു റമദാൻ നമുക്ക് ആദ്യം അൽഹംദുലില്ലാ പറയാം. കാരണം കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളോട് കൂടെ ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. റമദാനായിട്ട് നന്നാകാം എന്ന് വിചാരിച്ചവരും അതിലുണ്ടാകും. റമദാൻ ഒരുപാട് നന്മകൾ ചെയ്യാം, ഈ വരുന്ന റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാം എന്ന് കരുതി റമദാനിനെ കാത്തിരുന്നവരും അതിലുണ്ടാവും. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി നമുക്ക് അള്ളാഹു ആയുസ്സ് നീട്ടിത്തന്നു. അതിന് തന്നെ ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാ. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് റമദാൻ 1 മുതൽ 30 വരെയുള്ള 30 ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ദുആ വിഷയങ്ങളുടെ ഒരു തുടക്കം എന്നോണം ഇന്നത്തെ ദിവസം ഒരു വിഷയം, നാളെ ഒരു ദിവസം, അങ്ങനെ 30 ദിവസത്തെ ദുആയാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും പ്രത്യേകമായി പറഞ്ഞ് ഈ റമദാനോട് കൂടി ഒരു പാപങ്ങളിൽ നിന്ന് മുക്തമായൊരു മനസ്സുമായിട്ട് ഒരു പുതുജന്മം പോലെ ഈ റമദാൻ കഴിയുന്നതോടുകൂടി നമ്മളൊരു മാനസികമായിട്ട് തൃപ്തിയും സന്തോഷവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായി മാറി ഒരു പുതുജന്മം പോലെ നമുക്ക് കാണാൻ കഴിയണം. അതിന് ഈ റമദാൻ മാക്സിമം ഉപയോഗിക്കണം. ചെയ്തു പോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് റമദാൻ കഴിഞ്ഞിട്ടും പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു മനസ്സുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടമായി നമുക്ക് മാറണം. ഇന്ന് നമുക്ക് വെറുതെ അള്ളാഹുവെ പൊറുക്കണേ എന്ന് പറയാനുള്ള ഒരു ദിവസം മാത്രമല്ല, ഇന്നത്തെ ദിവസം നമുക്ക് ഒരു നിമിഷം നിന്ന് സ്വയം ചോദിച്ചു നോക്കാം, എന്തൊക്കെ തെറ്റുകൾ നമ്മളോട് ചെയ്തു പോയിട്ടുണ്ട് എന്ന്. നിസ്കാരങ്ങൾ വൈകിപ്പിച്ചവരുണ്ടാകാം, ആരെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞവരുണ്ടാകാം, കാണരുതാത്തത് കണ്ടവരുണ്ടാകാം, ഹൃദയത്തിൽ സൂക്ഷിച്ച അസൂയ, അഹങ്കാരം, വെറുപ്പ് ഇതൊക്കെ കൊണ്ട് നടന്നവരുണ്ടാകാം, പലിശ തിന്നവരുണ്ടാകാം, പലിശ കൊടുത്തവരുണ്ടാകാം, പലിശ വാങ്ങിയവരുണ്ടാകാം, വ്യഭിചരിച്ചവരുണ്ടാകാം. ഹറാമായ ഒരു സൗന്ദര്യം കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിച്ചാൽ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണെന്നാണ് നമ്മുടെ മതം നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ എത്ര വീഡിയോകളും സ്ക്രോൾ ചെയ്ത് പോകുന്നവരും കാണുന്നവരും ഒക്കെ ഉണ്ടാകും. ഒരുപാട് തെറ്റുകൾ, എണ്ണി തീർക്കാൻ പറ്റാത്ത തെറ്റുകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുണ്ടാകും. ഓരോ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന ഒരു ദിവസമായിരിക്കണം ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം നമ്മൾ പാപങ്ങൾ മറച്ചു വെക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ ഓരോന്നായി എണ്ണി പറഞ്ഞ് പൊറുക്കലിനെ തേടാം. അള്ളാഹുവെ, ഞാൻ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. എന്നാൽ നീ അങ്ങേയറ്റ കരുണയുള്ളവനാണ്. എനിക്ക് തെറ്റ് പറ്റിയാലും നിൻ്റെ കരുണയ്ക്ക് അവസാനമില്ല, നിൻ്റെ കരുണയ്ക്ക് അളവുമില്ല. അതുകൊണ്ട് തന്നെ നീ എനിക്ക് പുറത്തു തരണേ, എന്നെ കൈവിടരുതേ എന്ന് നമുക്ക് ദുആ ചെയ്യാം. റമദാൻ ഒരു മാസം മാത്രമല്ല, നമുക്ക് മടങ്ങി വരാനുള്ളൊരു അവസരം കൂടെയാണ്. ഇന്ന് നമ്മുടെ മടങ്ങി വരവിൻ്റെ തുടക്കമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ ഉദ്ദേശിക്കുന്നത് റമദാൻ 1 മുതൽ 30 വരെ ഓരോ ദിവസവും നമുക്ക് പ്രത്യേകമായി ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ആദ്യത്തെ 10 നമുക്ക് പൊറുക്കലിനെ തേടാം, രണ്ടാമത്തെ 10 അനുഗ്രഹങ്ങൾക്ക് തേടാം, മൂന്നാമത്തെ 10 നമുക്ക് നരകത്തെ തൊട്ട് കാവലിനെ തേടാം. ഈ കാര്യങ്ങളുടെ കൂടെ ഇത് അറബിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് മലയാളത്തിലേക്ക് നമ്മളെന്ന വ്യക്തിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യുമ്പോൾ, അത് ഹൃദയത്തെ തൊട്ട് ദുആ ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും. അങ്ങനെ ഒരു ഫീല് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ വേണ്ടി ഒരു ചെറിയൊരു ശ്രമം. എല്ലാ ദിവസവും എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരില്ല. ഒരു പക്ഷേ വാട്സപ്പിൽ എല്ലാ ദിവസവും ടെക്സ്റ്റ് മെസ്സേജ് ഇടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യൂട്യൂബിലൂടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. എല്ലാ ദിവസവുമുള്ള ദുആയിൽ വിഷയം അറിയാനും മനസ്സറിഞ്ഞ് ദുആ ചെയ്യാനും പുതിയൊരു മനുഷ്യനായി മാറാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമീൻ.